അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മേഘാലയയിൽ ആണ് ഉള്ളതെന്നറിയാലോ. നമ്മളൊരു സീരീസ്, അതായത് ഇവിടെ നമ്മൾ ദൗക്കി പോയി ദൗക്കിയിൽ നിന്ന് ജോവെ വഴി കറങ്ങി തിരിഞ്ഞ് നമ്മൾ വന്ന് ഒരു 15 ദിവസം നീണ്ടു നിന്ന ഒരു യാത്രയാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നിങ്ങൾ കണ്ടത്. ഒരു 10-18 വീഡിയോസിൽ നിങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തിരിച്ച് നമ്മുടെ മറ്റേ ഷില്ലോങ്ങിലുള്ള ഹോസ്റ്റലിൽ തന്നെ എത്തുന്നത്. ഇവിടെ ആലൻ ബെന്നി അതുപോലെ എല്ലാവരും കുറേ പേരൊക്കെ നാട്ടിൽ പോയി. നമ്മൾ കൃഷ്ണൻകുട്ടിയൊക്കെ നാട്ടിൽ പോയി. നമ്മൾ 2 ആഴ്ച മാറിയിരുന്നു. ഞങ്ങളിപ്പോൾ ദൗക്കിയിൽ പോയിട്ട് വരാൻ 15 ദിവസം എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് മേഘാലയ മൊത്തം കറങ്ങാൻ എത്ര നാൾ വേണ്ടി വരും നിൻ്റെ ഒരു ഇത് വെച്ചിട്ട്? 2 മാസം. നിങ്ങൾ ആ റൂട്ട് 15 ദിവസം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 2 മാസം. ചിറാപ്പൂജിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാലും 1.5 മാസം എടുക്കൂലേ? ചിറാപ്പൂജി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കൂടുതൽ വില്ലേജസ് ഉണ്ട്, ചെറിയ ചെറിയ വില്ലേജസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ എല്ലാം പോയി ട്രക്ക് ചെയ്ത് ക്യാമ്പ് ചെയ്തൊക്കെ മെല്ലെ കയറുവാണെങ്കിൽ സമയം എടുക്കും. അതിപ്പം ഈ ഈസ്റ്റ് കാസിൽസ് മാത്രമേ ഉള്ളൂ. ഇനി ജയന്തിയ ഉണ്ട്, ഗാറു ഉണ്ട്. അത് തന്നെ മേഘാലയ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. മൊത്തം ഹില്ലി ഏരിയ തന്നെ ഉണ്ട്, അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കണക്കൂട്ടൽ വെച്ച് നമ്മളൊരു 1-2 മാസവും കൂടെ മേഘാലയയിൽ തന്നെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. എല്ലായിടത്തും എവിടെ പോയാലും ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്കറിയാലോ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം പക്കയാണ്. അപ്പോൾ മേക്കൊക്കെ അകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് വീഡിയോ അല്ല. നമ്മുടെ വണ്ടീൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു ട്രിപ്പ് നമ്മൾ ഡിയോയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. നമ്മുടെ വണ്ടി ഇതേ അവിടെ കിടപ്പുണ്ട്. ഹിമാലയൻ നമ്മൾ പുതിയ വണ്ടി എടുത്തിട്ടാണ് ഈ ഒരു യാത്ര ആരംഭിച്ചത്. ഒരുപാട് പേര് വണ്ടി എങ്ങനെയുണ്ട്, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. വണ്ടി എടുത്തിട്ട് പണി കിട്ടിയ ഒരുപാട് പേരുണ്ട്. നമുക്കും വണ്ടി എടുത്തിട്ട് വന്ന ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയും. ഇതൊരു ട്രാവലിംഗ് വീഡിയോ അല്ല. വണ്ടി റിവ്യൂ ചെയ്തിട്ട് എനിക്ക് വലിയ പരിചയമോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അത്യാവശ്യം വണ്ടീനെ പറ്റി അറിയാവുന്ന അലമ്പെന്നിനെ ഞാൻ പിടിച്ച് നിർത്തിയേക്കുന്നത്. എൻ്റെ വണ്ടി ഇവർ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ പുറത്തേക്ക് പോകാനൊക്കെ. അപ്പോൾ ഇവർക്ക് അറിയാം വണ്ടീൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളെല്ലാം. ഒരു വട്ടം നമ്മൾ കൊണ്ട് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി സർവീസിന് കയറ്റാൻ പോകും. നമ്മുടെ വണ്ടി ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ പോന്നിട്ട് ഏകദേശം 7,000 കിലോമീറ്ററോളം ഓടി. അപ്പോൾ ഇപ്പോൾ വണ്ടി 10,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ 3rd സർവീസുള്ള ടൈമായി. 2nd സർവീസ് നമ്മൾ വിശാഖപട്ടണത്ത് വെച്ചിട്ടായിരുന്നു ചെയ്തത്. അവിടുത്തെ സർവീസ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇതിപ്പോൾ നമ്മൾ മേഘാലയയിലെ ഷില്ലോങ്ങിൽ മേഘാലയ ഒരൊറ്റ എൻഫീൽഡ് ഷോറൂമേ ഉള്ളതെന്നാണ് തോന്നുന്നത്. വേറെ എവിടെയും ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. അറിയത്തില്ലേ, ഞാൻ ഇവിടെ ഇപ്പം ഷില്ലോങ്ങിൽ ഒന്നേ ഉള്ളൂ. ഷില്ലോങ്ങിലെ ഷോറൂമിലും നമ്മൾ സർവീസ് സെൻ്ററിലൊക്കെ മുന്നേ പോയിട്ടുണ്ട് വണ്ടീൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേഘാലയ ഞാൻ തപ്പിപ്പോൾ ഷില്ലോങ്ങിൽ മാത്രം എൻഫീൽഡിൻ്റെ ഷോറൂം ഉള്ളതെന്നാണ് തോന്നുന്നത്, സർവീസ് സെൻ്റർ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ ഗുവാഹട്ടി പോകണം. ആസാമിൽ ഉണ്ട്. അത് പിന്നെ ആസാമാണ്, സ്റ്റേറ്റ് മാറും. അവിടെ പോയി സർവീസ്. പക്ഷേ അവിടുത്തെ സർവീസ് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ സർവീസ് ഞാൻ റോയൽ എൻഫീൽഡിലൂടെ എനിക്ക് മോശം സർവീസ് ആയിരുന്നു പേഴ്സണലി. ഇവിടെയോ ഷില്ലോങ്ങിലും എല്ലാം കണക്കാണ്. നമുക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ട്രാവൽ ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല, നമുക്ക് ഇനി കയറി ചെല്ലാം. പക്ഷേ ഈ ഓൾ ഇന്ത്യക്ക് അടിക്കുന്നവർക്ക് വന്നിട്ട് ഇവിടെ വന്ന് ഷില്ലോങ്ങിൽ വന്ന് സർവീസ് ചെയ്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ ബാധിക്കുന്ന അറിയത്തില്ല. കാരണം അവർ ഇവിടുന്ന് സർവീസ് ചെയ്തിട്ട് പിന്നെ ഈ സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വന്നൊരു കംപ്ലയിൻറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളങ്ങനെയല്ല, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ നിലവിൽ 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവരെ നേരിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ എന്തായാലും വണ്ടീൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ എന്തായാലും അലൻ കംപ്ലയിൻറ്റ് പറഞ്ഞ് തുടങ്ങും കേട്ടോ. നമ്മുടെ വണ്ടീൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് 10,000 കിലോമീറ്റർ ഓടി നമ്മുടെ ബാക്കിലത്തെ ടയർ ഇത് കഴിഞ്ഞില്ലേ, ടയർ തീർന്ന്. നമ്മോട് പറഞ്ഞത് C8-ൻ്റെ നമുക്ക് വണ്ടി വാങ്ങിയപ്പോൾ ഉള്ള ടയർ തന്നെയാണ്. ഏകദേശം 10-12 കിലോമീറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിത് നാട്ടിൽ നിന്ന് ഇവിടം വരെ നമ്മൾ ഹൈവേ കൂടെ ഓടിച്ചു വന്നു. അത് ഓടിച്ചത് ഞാൻ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ടയർ എന്തായാലും ടയർ ഇത്രയും ലാസ്റ്റ് ചെയ്ത് തന്നെ കാര്യമുണ്ട്. 10,000 വരെ എത്തിച്ചത് എൻ്റേത്. 8-ലും 6-ലും ഒക്കെ തീർന്നവരുണ്ട്. നമ്മളത്ര ഓഫ് റോഡൊക്കെ പോയി, സിക്കിമിലൊക്കെ ഓഫ് റോഡ് പോയി, ഹൈവേയിൽ ഓടി, അതും പറപ്പിച്ച് ഓടിച്ചിട്ടുണ്ട്, മെല്ലെ ഓടിച്ചിട്ടുണ്ട്. എല്ലാ രീതിക്കും നമ്മൾ വണ്ടി മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടയർ എന്തായാലും നമുക്ക് മാറ്റണം. അപ്പോൾ എന്തായാലും സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറക്കിയിട്ട് നാളെ നമ്മൾ ഇവർക്ക് അറിയാവുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ കിട്ടൂല ടയർ. വണ്ടീനെ പറ്റി ഇവിടെ ഇവർക്ക് വിശ്വസിക്കാവുന്ന ഒരാളുണ്ട് വണ്ടീൻ്റെ പണി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന. പുള്ളിനെ അടുത്ത് കൊണ്ടിട്ട് നമുക്ക് ടയർ മാറ്റണം. അതുപോലെ ബ്രേക്ക് പാഡ് നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് 3,000 കിലോമീറ്റർ ആയപ്പോൾ ബ്രേക്ക് പാഡ് മാറ്റിയതാണ്. പക്ഷേ ഈ ട്രിപ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ പക്ഷേ ബ്രേക്ക് പാഡും കഴിഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ അന്ന് പോയപ്പം ചെയിൻ ടൈറ്റ് ചെയ്യാൻ പോയപ്പോൾ ബ്രേക്ക് പാഡ് അവരൊന്ന് മറ്റേ ഇത് വെച്ച് ഉരച്ചു വന്നുള്ളൂ. പുള്ളി പറഞ്ഞു കുറച്ചുകൂടെ ഓടുമെന്ന് പറഞ്ഞു. 1,000 കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞു. ഇപ്പം 1000 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പം ബ്രേക്ക് പാഡ് മാറ്റണം. ബ്രേക്ക് പാഡ് ഈ സർവീസിൽ മാറ്റി. ബ്രേക്ക് പാഡ് പിന്നെ ചെറിയ പൈസ വരത്തുള്ളൂ. അതുപോലെ ചെയിനിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമോ, ചെയിൻ മാറ്റേണ്ടി വരുമോ? ഇല്ല, കാരണം നമ്മൾ ഇത് ലൂസ് ആയപ്പോൾ നമ്മളന്ന് ടൈറ്റ് ചെയ്ത് വീണ്ടും ലൂസ് ആവുന്നുണ്ട്. അത് ഇടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇന്ന് അവരെ കൊണ്ട് നമുക്ക് സ്പ്രോക്കറ്റ് ചെക്ക് ചെയ്യിക്കണം. 10,000 കിലോമീറ്റർ ആയില്ലേ? 10,000 കിലോമീറ്റർ 15,000-15,000 ഒരു ആദ്യത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഓടുന്ന ഒരു 10-12 കിലോമീറ്റർ 10,000-12,000 കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടീൻ്റെ മെയിൻ കംപ്ലൈൻറ്റുകളൊക്കെ പുറത്തേക്ക് വരിക. അപ്പോൾ എന്തായാലും വണ്ടീൻ്റെ ഫുള്ളൊരു ചെക്കപ്പ് നമുക്ക് ഈ ഒരു സർവീസിൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ വലിയ ഓട്ടം അല്ലോട്ടോ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ഓട്ടങ്ങളാണ് ഉള്ളത്. 10, 200, 300. ഇപ്പോൾ നമ്മൾ ഈ ഒരു ദൗക്കി ട്രിപ്പ് പോയി ഏകദേശം 300-350 കിലോമീറ്ററാണ് ഓടിയത്. മറ്റേ നാട്ടിൽ നിന്നൊക്കെ
വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യണമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മെല്ലെ മെല്ലെ വണ്ടി മാക്സിമം നമ്മൾ കുറഞ്ഞ രീതിയിൽ നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ഓട്ടം മാത്രമേ വണ്ടിക്ക് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പനീർ ബോക്സ് കാര്യങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട് സർവീസിന് കൊടുക്കുന്നത് കൊണ്ട്. വണ്ടി ഇപ്പം ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. അപ്പം ചിലപ്പം ഫോർക്ക് ഓയിൽ അവർ മാറ്റണമെന്ന് പറയുമായിരിക്കും. അത് അവർ ചെക്ക് ചെയ്ത് നോക്കണോ? ചെക്ക് ചെയ്ത് നോക്കും. എന്തായാലും ഒരു 10,000 രൂപേൻ്റെ ചിലവ് വരത്തില്ലേ? 5,000 രൂപയുടെ ചിലവ് എന്തായാലും വരും, ഉറപ്പാണ്. അപ്പോൾ സർവീസ് സെൻറ്റർ കൊടുക്കുന്നതിന് മുമ്പ് അലമ്പന്നി ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. റോക്കറ്റ് മാറ്റേണ്ടി വരുന്നോ? റോക്കറ്റ് ഏകദേശം നിൻ്റെ വണ്ടി ഏതാ? എൻ്റെ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 ആണ് ഉള്ളത്. അപ്പോൾ കുറേ നാൾ ഉപയോഗിച്ച് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവനെ പിടിച്ച് നിർത്തിയിട്ട് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പ് ഒന്നും കത്തുന്നില്ല കേട്ടോ. അതും എവിടെ ഒരു കണക്ഷന് ചെറിയൊരു പ്രശ്നമുണ്ട്. സ്വിച്ച് ഇടുമ്പോൾ ഫോഗ് ലാമ്പ് ഇതൊരു സർവീസ് സെൻറ്ററിൽ നിന്ന് നോക്കൂ. നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. അത് അവർ നോക്കത്തുണ്ടാവില്ലായിരിക്കും. ഫോഗ് ലാമ്പ് നമ്മളിപ്പോൾ ഇതിനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കത്തുന്നില്ല. നമ്മളങ്ങനെ കത്തിക്കലില്ല. അപ്പോൾ അതെന്താ സ്വിച്ചിൻ്റെ വയറിൻ്റെ കംപ്ലയിൻ്റ് ആണോ ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയില്ല. നമ്മൾ പുറത്ത് ഇനി ടയർ മാറ്റാൻ ചെല്ലുമ്പോൾ നോക്കാം. അന്നേരം നോക്കാം. നമ്മളിപ്പോൾ അന്ന് നമ്മൾ അവരോട് ചോദിച്ചായിരുന്നു, നമുക്ക് തേർഡ് സർവീസിൻ്റെ ഇടയ്ക്ക് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് മോട്ടോറിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡ് ഫുൾ സിന്തറ്റിക്സ് ആണ് ഇടാൻ പറ്റുമോ? അത് സർവീസ് സെൻറ്ററിൽ ചെയ്യും. വേണമെങ്കിൽ നമുക്ക് പരിചയമുള്ളവരാണെങ്കിൽ ചെയ്യും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് മീറ്റർ മാറ്റാനുള്ളത് കൊണ്ട് അത് വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. പിന്നെ ഭാവിയിലേക്ക് അതാണ് നമ്മുടെ വണ്ടിക്ക് വന്നത് ഏറ്റവും വലിയ കംപ്ലൈൻറ്റ്. ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് 2021 BS6 ഹിമാലയനാണ് നമ്മുടേത്. അത് നമ്മുടെ വണ്ടീൻ്റെ മീറ്ററിൻ്റെ ഈ സെറ്റപ്പ് നമ്മൾ ഫുള്ള് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇത് നമ്മുടെ വണ്ടീൻ്റെ കംപ്ലൈൻ്റ് ആണ്. എല്ലാ വണ്ടിക്കും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ മീറ്റർ കംപ്ലൈൻറ്റ്സ് വരാറുണ്ട് ഇപ്പോൾ ഹിമാലയൻസിന്. പക്ഷേ ഇത് എന്തായാലും നമ്മുടെ വണ്ടിക്ക് എന്തായാലും നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഈ മീറ്ററിൻ്റെ അകത്ത് കണ്ടോ നിങ്ങൾ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ പൊടി കാണാൻ പറ്റും. ഇത് നമ്മൾ സർവീസ് സെൻറ്ററിൽ കാണിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത് നമ്മൾ വൈസർ ഊരിട്ടാന്നാണ് പറഞ്ഞത്. പക്ഷേ വൈസർ ഊരുന്നതിൻ്റെ മുമ്പും ഈ പൊടി ഇതിനകത്തുണ്ട്. ഈ സംഭവം എനിക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ വണ്ടി വാങ്ങിച്ചിട്ട് ഒരു 2000 കിലോമീറ്ററിനുള്ളിൽ നമ്മുടെ റണ്ണിങ്ങിനിടയ്ക്ക് മീറ്റർ ഒന്ന് ഓഫ് ആയിരുന്നു. അപ്പോൾ ഞാനിത് നാട്ടിലെ ഷോറൂമിൽ കൊണ്ട് കാണിച്ചിട്ട് അവരത് ക്ലീൻ ചെയ്ത് ശരിയാക്കി തന്നിട്ട് അവർ പറഞ്ഞു ഇനിയും അതേപോലത്തെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നാട്ടിൽ നിന്ന് നമുക്കത് വാറണ്ടി ക്ലെയിം ചെയ്ത് തരാം, മീറ്റർ മാറ്റി തരാമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ട്രിപ്പ് തുടങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ ഒരു എഴുതിയേക്കുന്ന മീറ്ററിൻ്റെ സാധനമുണ്ട്. ഇത് ഫുള്ള് കിടന്ന് ഇളകി കളിക്കണം. അതിൻ്റെ വൈബ്രേഷൻ നമുക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഹൈവേസിൽ നമ്മളൊരു നല്ല RPM ഒരു 5000-6000 RPM പോകുമ്പോൾ 5-6 മുകളിലൊക്കെ കയറുമ്പോൾ ഇത് മൊത്തം വൈബ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് വൈബ്രേഷനാണ്. അങ്ങനെ അവരോട് മാറ്റാൻ പറ്റില്ല. അന്നേരം അവർ പറഞ്ഞ് വൈസർ മാറ്റിയെന്നു പറയും. അപ്പോൾ വൈസർ മാറ്റിയെന്ന് പറഞ്ഞപ്പം അവർ പിന്നെ ഈ വൈസർ കാറ്റടിക്കുന്നതുകൊണ്ട് ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ റേസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. കാരണം അന്നേരം കാറ്റൊന്നുമില്ല, നിർത്തിയിട്ടല്ലേ നമ്മൾ റേസ് ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം ഇതേ സാധനം വന്നപ്പം അവർ പിന്നെ മുടന്തനായോട് പറയുന്നുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവരെന്നാ പിന്നെ പരിഗണിക്കാന്നുള്ളൊരു. എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഷില്ലോങ്ങിലെ സർവീസ് സെൻ്ററിലെ കാര്യമാണ്. നാട്ടിലെ സർവീസ് സെൻ്ററിൽ നിന്ന് എനിക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ സ്റ്റോക്ക് ഇല്ല മീറ്ററൊന്നും. അപ്പോൾ ഇത് ചെന്നൈയിൽ നിന്ന് വരണം. ഇവിടുന്ന് ഓർഡർ കൊടുത്ത് ചെന്നൈയിൽ നിന്ന് സാധനം അപ്രൂവായി വരികയൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഒരു ദിവസം വണ്ടി കൊണ്ടുപോയി നമ്മുടെ മീറ്ററെല്ലാം അവർക്ക് ഒരു ദിവസം വണ്ടി നമ്മൾ ഇവിടുത്തെ സർവീസ് സെൻ്ററിൽ 2 ദിവസം വെച്ചു. അവർ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത് അപ്രൂവ് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിട്ട് ഇവർ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഏകദേശം 45 ദിവസം നിങ്ങൾ മേഘാലയയിൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവർക്ക് ഒട്ടും താല്പര്യമില്ല അത് മാറ്റി തരാൻ വേണ്ടിയിട്ട്. മേഘാലയയിൽ ഉണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അവർ ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 മാസം മേഘാലയയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ കിട്ടിയിട്ടേ പോകുന്നുള്ളൂ. ഇനി പോയാലും സാധനം വന്ന് ഞാൻ തിരിച്ചു വന്നിട്ടാണേലും മാറ്റിക്കോളൂ. ശ്രദ്ധിച്ചായിരുന്നു, അതായത് അന്ന് അവർ ഊരിയില്ലേ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അത് കഴിഞ്ഞിട്ട് മീറ്റർ ഓഫ് ആവാൻ തുടങ്ങി. അത് വേറെ കംപ്ലൈൻറ്റ്. ഇവരിത് മീറ്റർ നമ്മളിവിടെ ഷില്ലോങ്ങിൽ കൊടുത്തിട്ട് ഇവരിത് അഴിച്ച് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് റോയൽ എൻഫീൽഡിൻ്റെ കമ്പനിയിലേക്ക് അയച്ച് അപ്രൂവ് ആയി അവരവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതായത് പുതിയ മീറ്റർ. അപ്പോൾ ഇവരിത് അഴിച്ച് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വണ്ടി തന്നപ്പോൾ തൊട്ട് ഇപ്പോൾ റണ്ണിങ്ങിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് മീറ്റർ ഓഫ് ആവുക ഓൺ ആവുക ഓഫ് ആവുക ഓൺ ആവുക. ഇതാണ് മീറ്റർ മൊത്തത്തിൽ ഓഫ് ആവും. നമ്മുടെ മറ്റേ ഈ ഒരു നാവിഗേഷൻ്റെ സാധനമുണ്ട്, ഇതും അതേപോലെ ഫ്യൂവലിൻ്റെ ഈ 2 സാധനമേ വർക്കാവുള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം ഓഫ് ആവും. അതുപോലെ നമുക്കിവിടെ മറ്റേ ഈ പമ്പിൻ്റെ ചിഹ്നം അല്ലേ, ഇവിടെ പമ്പിൻ്റെ ചിഹ്നം ഓണായിട്ട് കിടപ്പുണ്ട്. അത് ഇനിയും എന്ത് കംപ്ലൈൻ്റ് ആണെന്ന് അറിയത്തില്ല. നമ്മുടെ വണ്ടീൻ്റെ ഫുൾ സാധനങ്ങൾ മുറുക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. സിക്കിമിൽ വെച്ചിട്ട് നമ്മൾ നാത്തുല പാസ് എല്ലാം പോയി വന്നപ്പോൾ നമ്മുടെ ഒരുമാതിരിയുള്ള എല്ലാ സ്ക്രൂകളും, അതായത് ഫോഗ് ലാമ്പ് ഇളകിയായിരുന്നു. അതേപോലെ ഇവിടുത്തെ ഈ പ്ലേറ്റ് കണ്ടോ, ഇത് നല്ല ഇളക്കം ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുറുക്കാൻ വേണ്ടി നമ്മൾ ഒരു സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര മുറുക്കിയാലും ഉണ്ടല്ലോ, ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ലൂസായി പോകും. അപ്പോൾ ഇത് മുറുക്കുന്നത് ഏറ്റവും വലിയൊരു പണിയാണ്. അതുപോലെ ഇപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് വലിയൊരു സൗണ്ട് ഉണ്ട്. എന്ത് സൗണ്ടാണെന്ന് അറിയത്തില്ല. അത് ചിലപ്പം വേറൊരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നിറച്ച് പൊടി കയറിയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ ഇന്നൊന്ന് വണ്ടി നമ്മൾ വിശാഖപട്ടണത്തു നിന്ന് വണ്ടി കഴുകിയതാ, പിന്നെ വണ്ടി കഴുകിയിട്ടില്ല. അന്ന് ഇവിടുന്ന് കഴുകണം എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ ഇനി വണ്ടി ഒന്നൊക്കെ ക്ലീൻ ചെയ്ത് നോക്കണം, എന്തായാലും കഴുകണം. ശരിക്കും പറഞ്ഞാൽ വണ്ടി കഴുകി ഉപയോഗിക്കണം എന്നാണ്, ഇല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്.
നമ്മൾ ഈ ട്രാവലിംഗ് ഇടയ്ക്ക് നമുക്ക് ഇതിനുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഇങ്ങനെ തന്നെ കൊണ്ടുകൊടുക്കുന്നത്. പിന്നെ ചെളിയൊക്കെ കിടക്കുന്നത് നമ്മളെ പോലെ റെഡി ചെയ്യുന്നവർക്ക് ഒരു ലുക്കാണല്ലോ. അതുണ്ട്, ചെയിനും ലൂബിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ലൂബിങ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വണ്ടീൻ്റെ ഈ മെയിൻ പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഓണാക്കിയേ നമ്മുടെ വണ്ടി. ബാക്കി സൗണ്ട് കേട്ടിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ എന്ന് തോന്നട്ടെ. അപ്പോൾ നമ്മുടെ വണ്ടി ഓൺ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഞാൻ കാണിച്ചു തരാം. റേസ് കൊടുത്ത് ചെറുതായിട്ട് വൈബ്രേഷൻ ഇല്ലേ? റേസ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മീറ്ററിൻ്റെ അകത്ത് ആ ഒരു സാധനം കിടന്ന് നല്ല പോലെ ഇളകുന്നുണ്ട്. പിന്നെ ഇതുവരെ ഓഫായിട്ടില്ല. ഓഫായിരുന്നു. തോന്നുമ്പോഴാണ് മീറ്റർ ഓഫ് ആവുക. എന്തോ ഒരു ഇപ്പൊ നമ്മളൊരു 20-40 പോകുമ്പോൾ ഓഫ് ആവുന്നെങ്കിൽ കുറെ നേരത്തേക്ക് ആ 40 അവിടെ മീറ്റർ എവിടെയാണോ അവിടെ സ്റ്റക്ക് ആവും. അങ്ങനെ ആകുമ്പോൾ ഓഡോമീറ്റർ വർക്ക് ആവില്ല. ഇതിനകത്ത് ഇപ്പോൾ 9776 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മീറ്റർ ഓഫായിട്ട് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മീറ്റർ ഓഫ് ആവുന്നതുകൊണ്ട് നമ്മുടെ കിലോമീറ്റർ കൂടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കൂലേ? കാരണം കൂടുതലില്ല. നമ്മളന്ന് ചെക്ക് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? ഓഫ് ആവുന്നിടത്ത് എത്ര കിലോമീറ്റർ നോക്കിയിട്ട് മീറ്റർ റണ്ണിങ്ങിനിടയ്ക്ക് വെച്ച് മീറ്റർ ഓഫ് ആവും. പക്ഷെ ഓടാകുമ്പോൾ എവിടെ വെച്ച് ഓഫായി അവിടെ തൊട്ടാണ് വീണ്ടും മീറ്റർ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ 10,000 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ കൊണ്ടുപോയിട്ട് ആ പ്രശ്നമൊന്ന് പറയണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ പമ്പ് കത്തി കിടപ്പുണ്ട്, അതെന്ത് കുഴപ്പമാണെന്ന് അറിയണം കേട്ടോ. സൗണ്ടിന് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ അന്ന് പോയപ്പോൾ ടാപ്പറ്റിന്റെ സൗണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചായിരുന്നു. സാധാരണ റോയൽ എൻഫീൽഡിൽ ടാപ്പറ്റ് റോഡ് അടിക്കുന്നതാണ് മെയിനായിട്ട്. എഞ്ചിനകത്തുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യിപ്പിച്ചായിരുന്നു. അത് ചെക്ക് ചെയ്യിപ്പിച്ചപ്പം നമ്മുടെ മറ്റേ മെക്കാനിക്കില്ല ആബിദ്ഭായിയുടെ അടുത്ത് ചെക്ക് ചെയ്യിപ്പിച്ചപ്പം കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി 10,000 കിലോമീറ്റർ എത്തിയപ്പോൾ ഉള്ള മെയിൻ പ്രശ്നങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് ഷോറൂമിൽ കാണിച്ചിട്ട് അവരെന്താ പറയുന്നത് നോക്കുക. നമ്മൾ എന്തായാലും ഇന്ന് സർവീസിന് കയറ്റിയാണ്. ഇന്നലെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നാളെ കിട്ടത്തുണ്ടാവുള്ളൂ. എല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല. എന്തായാലും ഇവരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യമായി. ഇവർക്കൊക്കെ അറിയാവുന്ന അല്ലേ, സർവീസിലല്ല സെയിൽസിലെ മാനേജറൊക്കെ ഇവർക്ക് നേരത്തെ ഇവർ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അതിനും പണി കിട്ടിയിട്ടുണ്ട്. അതിന് എടുത്തിട്ട് 3ാമത്തെ ദിവസം പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പണി കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആരെ കാണണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഇവരെ കൂട്ടിയിട്ടാണ് നമ്മളിന്ന് സർവീസ് സെൻ്ററിലേക്ക് പോകുന്നത് കേട്ടോ. എന്നാൽ പോവല്ലേ? അപ്പോൾ ഞാനിവിടെ ബാക്കിൽ ഇരുന്ന് ഇവിടുത്തെ വണ്ടീൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ബാക്കിൽ ആലമ്പന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഇതേ ഓണാക്കി നമ്മൾ എടുത്ത ഉടനെ തന്നെ മീറ്റർ ഇതേ ഓഫായിട്ടുണ്ട്. നമുക്ക് കാണാൻ പമ്പിൻ്റെ ഒന്ന് അടുപ്പിച്ച് മൊത്തം ഓഫായി. ഇപ്പോൾ വണ്ടി ഓണാക്കിയപ്പോൾ തന്നെ 0 തന്നെയാണ് ഓഫായത്. അതുകൊണ്ട് മീറ്റർ ഇപ്പോൾ 0 തന്നെയാണ് കിടക്കുന്നത്. ആ സൈഡിൽ നമ്മുടെ നാവിഗേഷൻ്റെ സംഭവമുണ്ട്, അതും പിന്നെ ഫ്യൂവലിൻ്റെ ഇത് മാത്രമേ വർക്കാവുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓഫായി. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഈ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് എന്താണെന്നൊന്ന് നോക്കണം. നമ്മുടെ ബോക്സിൽ നിന്നായിരുന്നോ അതോ ഈ പ്ലേറ്റിൻ്റെ ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും ബ്രേക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും സൗണ്ട് ആണോ എന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ 2 കുഴിയിൽ ചാടുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. മീറ്റർ ഇതേ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ടോ? തോന്നുമ്പോൾ ഓഫ് ആവും, തോന്നുമ്പോൾ ഓൺ ആവുക. ചെറിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നമ്മുടെ വലതു ഭാഗത്ത് നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നും കൂടെ അറിയണം കേട്ടോ. ഇനി നമുക്ക് വണ്ടി അവിടെ പോയിട്ട് അവരെ കൊണ്ട് ഓടിപ്പിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇവിടെ പോളോ അല്ലേ സ്ഥലത്തിൻ്റെ പേര്? പോളോയിന്ന് താമസിച്ചങ്ങ് പോകുന്ന വഴി. ഷിലോങ്ങിലെ ഷോറൂം വേറെ സ്ഥലത്താണ്. സർവീസ് സെൻറ്റർ ഇത് കുറച്ച് മാറി ഉള്ളിലായിട്ടാട്ടോ. ഇവിടെ അപ്പോൾ നമ്മൾ വന്നു നമ്മളെ നല്ല പരിചയം. അതുപോലെ മീറ്റർ ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉടായ്പാണ്. ഇവർക്ക് തീരെ താല്പര്യമില്ല നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്ത് മീറ്റർ മാറ്റി തരുന്നതിനോട് താല്പര്യമില്ല. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ആയേനെ. കാരണം ഇതാണ് പ്രശ്നം. മേഘാലയയിലെ ഒരേ ഒരു ഷോറൂമും ഒരേ ഒരു സർവീസ് സെൻ്ററുമാണ് ഷിലോങ്ങിലുള്ള ഒരു ഇത്. അപ്പോൾ എന്തായാലും എന്താവും എന്നറിയത്തില്ല. 45 ദിവസമൊക്കെ എടുക്കുന്നതാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 മാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അവർ മാറ്റി ഇത്രയും പറഞ്ഞിട്ട് അവർക്ക് ഇപ്പോഴും സംശയമാണ് ഇവിടെ ഉണ്ടാവുമോ. അവർ ഓർഡർ ചെയ്ത സാധനം വെരിഫിച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് സ്ഥലം വിടുമോ തിരിച്ച് നാട്ടിൽ പോകുമോ എന്നുള്ള ഡൗട്ടാണ്. അത് കറക്റ്റാണ്. അവർക്ക് അങ്ങനെ ചിന്തിക്കാം. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വന്നതാണ്, ഇവിടെ ഉള്ള ആളല്ല. അപ്പോൾ അവർ പിന്നെ വണ്ടി ഇവിടുന്ന് എടുത്തതല്ല. അവർക്ക് നമ്മൾ ഇത്ര കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു. ഇനിയിപ്പോൾ ഇന്നും പറഞ്ഞു ഇനി ഇത് കിട്ടിയിട്ടേ പോകുന്നുള്ളൂ. നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ മേഘാലയ വിട്ട് പോയാലും സാധനം വരുമ്പോൾ ഞാൻ വന്നെടുത്തോളാം.
പ്രശ്നമല്ല അങ്ങനെ പറഞ്ഞു. നമ്മൾ മീറ്റർ വന്നു കഴിയുമ്പോൾ മീറ്ററും ഇതേപോലെ തേർഡ് സർവീസ് കൂടെ ആദ്യം ഒരുമിച്ച് ചെയ്യാനായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് വിളിപ്പിക്കൂലേ മെയിൻ കമ്പനിയിൽ നിന്ന്. ഇവർക്ക് ചെന്നൈയിലൊക്കെ കമ്പനി ഉണ്ട്, അവിടെ കമ്പനി ഉണ്ട്. അവിടുന്ന് വിളിച്ചു പറഞ്ഞ സാധനം തെറ്റാ. നമ്മുടെ ഫ്രണ്ടാണോ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇവർക്ക് മുന്നേ ഇതേപോലെ ഒരു പണി കിട്ടിയിട്ട് ഇവർ ചെന്നൈയിൽ നിന്ന് പ്ലാന്റിൽ നിന്നൊക്കെ വിളിച്ച് പറയിപ്പിക്കുക ചെയ്തായിരുന്നു. എന്തായാലും അറിയത്തില്ല, സർവീസ് ഒന്നും ഇവിടെ ഉള്ളതൊന്നും അത്ര നല്ല വൃത്തിക്കൊന്നും അല്ല ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, വണ്ടി ഇന്നോ നാളെയായിട്ടൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. ചില വയറൊക്കെ എലി കരണ്ട പോലൊക്കെ കട്ട, അതൊക്കെ ഒരു പിടിയില്ല. ചില വയറിൻ്റെ മീറ്ററിൻ്റെ ഒരു വയറൊക്കെ അതിന് അതുകൊണ്ടാണോ ഓഫ് ആവുന്നതെന്നൊന്നും അറിയില്ല. അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പമ്പ് കത്തിക്കിടപ്പുണ്ട്, അതെന്താ കംപ്ലൈൻറ്റ് അറിയില്ല. ബാക്കിലെ ഫ്രണ്ടിലെയും ബ്രേക്ക് പാഡ് മാറ്റണം, അങ്ങനത്തെ കുറേ സീനുകളുണ്ട്. എന്തായാലും ഒരു തുക പൊട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ട് ടയർ മാറ്റണം. അപ്പോൾ ഇനി അത് വണ്ടി കിട്ടിയിട്ട് നമുക്ക് പറയാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ സർവീസിന് കൊടുത്തത്. അതായത് തേർഡ് സർവീസ് കഴിച്ചിട്ട് നമ്മുടെ വണ്ടി തിരിച്ചിട്ട് കഴുകാനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവരുടെ ക്ലീൻനെസ്സൊക്കെ നിങ്ങൾ നോക്ക്. നമ്മുടെ നാട്ടിൽ വണ്ടി കഴുകാൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതേപോലെ ആണോ ഇത് കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്തിട്ട് ഇറങ്ങിയത് എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ ഇത് ടാങ്കയിലൊക്കെ ചെളി കണ്ടു, ഇതൊന്നും വൃത്തിക്ക് അവർ കഴുകിയിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഇവിടെ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലുള്ള സർവീസൊന്നും എന്തായാലും ഇവിടെ കിട്ടത്തില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞാൽ തന്നെ അവർ പുറത്തുനിന്ന് കൊണ്ടുപോയി കഴുകാനൊക്കെ പറയും. ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചൊന്ന് കഴുകിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ മീറ്റർ ഓഫ് ആവുന്നവരെന്തോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മീറ്റർ ഓഫ് ആവുന്നത്, ഞാനിപ്പോൾ വണ്ടി സർവീസ് കഴിഞ്ഞിട്ടൊരു 10-15 കിലോമീറ്റർ ഓടിച്ചു, ഇതുവരെ മീറ്റർ ഓഫ് ആയിട്ടില്ല. അവരെന്തോ ചെയ്തത് ശരിയാക്കിയിട്ടുണ്ട്. കാരണങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല. അതുപോലെ ഇവിടെ ഒരു പമ്പിൻ്റെ സിഗ്നൽ ഓണായിരുന്നു, അത് ഇപ്പോൾ ഓക്കെയാണ്. അവരെന്താ ചെയ്തതെന്ന് അവരോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് പമ്പ് ആ ഒരു സിഗ്നൽ കത്തിയെന്ന് ചോദിച്ചപ്പോൾ അവരതിനുള്ള റീസൺ പറഞ്ഞു തന്നിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെയാണ്. ഇവിടെയുള്ള സർവീസ് സെൻ്ററിലൊക്കെ വണ്ടി കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത്രയെങ്കിലും കിട്ടിയത് നമ്മുടെ ഭാഗ്യം. അതുപോലെ നമ്മുടെ ടയർ മാറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ C8-ൻ്റെ ടയറായിരുന്നു വണ്ടി വാങ്ങിച്ചപ്പോൾ കിട്ടിയത്. ബാക്കിലെ ടയർ നമ്മളിപ്പോൾ മാറ്റിയിട്ട് അപ്പോളോൻ്റെ ടയറാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് 2800 രൂപയാണ് ബാക്ക് ഈ ഒരു ടയറിന് വന്നത് കേട്ടോ. C8-ന് 2850, ഇതിന് 2800 അപ്പോൾ ഇവിടെ അവരെല്ലാം പറഞ്ഞത്, ഇവിടെ ഷില്ലോങ്ങിൽ പോലീസ് ബസ്സാറിലെ വണ്ടീൻ്റെ ആക്സസറീസ് എല്ലാം കിട്ടുന്ന ഒരു വലിയൊരു ഏരിയ ഉണ്ട്, അവിടെ ചെന്നിട്ടാണ് ടയർ എടുത്തത്. അപ്പോൾ അവരെന്നെ പറഞ്ഞു അപ്പോളോ നല്ലതാണ്, നല്ല റിവ്യൂ ഉണ്ട്, C8-നൊക്കെ കൂടുതൽ നിൽക്കും, മൈലേജ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതെടുത്തത്. ഗ്രിപ്പ് കുറച്ചുകൂടെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ഒരു 10,000 കിലോമീറ്റർ നമ്മൾ C8 ഉപയോഗിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അപ്പോളോ എങ്ങനെയുണ്ട് നോക്കി നോക്കാം. അതുപോലെ വേറെ മൊത്തത്തിൽ വണ്ടിക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ കാര്യമില്ല. നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറി. പിന്നെ ഇവിടെ ആ ഒരു സൗണ്ട് അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു പ്ലേറ്റ് റീപ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവരത് മുറുക്കിയിട്ടുണ്ട് കുറച്ച്, പക്ഷേ സൗണ്ട് പൂർണ്ണമായിട്ടും കൊണ്ട് പോയിട്ടില്ല. അതിനിപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും റീപ്ലേസ് ചെയ്യാം. ആ പാർട്സ് ഒന്നും ഇവിടെ വണ്ടീൻ്റെ ഒരു പാർട്സും നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും പാർട്സിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ ഒരു റിഫ്ലക്ടർ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് അങ്ങോട്ട് പോയി. ഞാൻ വിശാഖപട്ടണത്തും ചോദിച്ചു, ഇവിടെ എവിടെയും ഈ സാധനം കിട്ടാനില്ല, എവിടെയില്ല. അപ്പോൾ അത് ഒന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഗുവാഹട്ടിയിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. പാർട്സ് കിട്ടും. ഗുവാഹട്ടിയിൽ അത്യാവശ്യം സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അതുപോലെ നമ്മുടെ ബാക്കിലത്തെ ടയറിൻ്റെ ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്റ്റെപ്പിനേക്ക് എവിടെയെങ്കിലും വെച്ച് പഞ്ചറോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ട്യൂബ് കയ്യിൽ വെക്കുന്നത് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ അഴിച്ചു കളഞ്ഞ ടയറിൻ്റെ ട്യൂബ് നമ്മളെടുത്തു. പിന്നെ മൊത്തത്തിൽ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയൊരു വീഡിയോ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഹിമാലയൻ എടുത്ത് ഇത്രയും നാൾ ഓടിച്ചതിൻ്റെ ഒരു റിവ്യൂ ചെയ്തതാണ്. വണ്ടീൻ്റെ ഭാഗത്തൊന്നും വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഹിമാലയൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്കും വരാം. വാറണ്ടി ക്ലെയിം ചെയ്യാം, അവർ മാറ്റി തരും. നാട്ടിലാണെങ്കിൽ മാറ്റി തന്നേ പറ്റുള്ളൂ. ഇവിടെ ആയതുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഹിമാലയൻ ഉപയോഗിക്കുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറ. അതേപോലെ അപ്പോളോ ടയർ ഉപയോഗിച്ചിട്ടുള്ളവർ, ഹിമാലയത്തിന് ഉപയോഗിച്ചിട്ടുള്ളവർ അതിൻ്റെ കാര്യങ്ങൾ പറ. ബാക്കി ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് വണ്ടീൻ്റെ പറ്റിയൊരു വീഡിയോ ചെയ്യണം, വണ്ടീൻ്റെ റിവ്യൂ കാര്യങ്ങൾ പറയാം. നമുക്കങ്ങനെ റിവ്യൂ ചെയ്തിട്ടൊന്നും പരിചയമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്തത്. അപ്പോൾ നാളെ നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മളിത് ഹോസ്റ്റലിലാണ്. കഴിഞ്ഞ ദൗക്കി ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നാളെ മുതൽ നമ്മൾ ചിറാപൂഞ്ചി ഭാഗത്തേക്ക് പോകും. ഇന്ന് രാത്രി ഇരുന്നിനും പ്ലാൻ ചെയ്തിട്ട് വേണം നാളെ രാവിലെ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ എന്തായാലും അടുത്ത ചിറാപൂഞ്ചി ഭാഗത്തോട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നാളെ മുതലുള്ള വീഡിയോസിലുണ്ടാവും. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ അടുത്ത ട്രിപ്പിൻ്റെ പുതിയൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.